Assalamualaikum, welcome to Pommy Appu Vlogs. ഇന്ന് അപ്പു ഊമയായിരിക്കുകയാണ്. സുഖമില്ലാത്തോണ്ട് പിന്നെ സൗണ്ട് ഒന്നുമില്ല, പനിയായതുകൊണ്ട്. ആക്ച്വലി ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഇന്ന് സുഖമില്ല. പക്ഷെ നമ്മൾ ഓൾറെഡി 2 ടിക്കറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് നമ്മൾ കാസർഗോഡ് ഒരു പ്രോഗ്രാം ഉണ്ട്. സർപ്രൈസ് ആക്കരുത്. ബീച്ച് ഫെസ്റ്റ് അവിടേക്കാണ് നിങ്ങൾ പോകാൻ പോകുന്നത് അല്ലേ? അപ്പോൾ അവിടുത്തെ ചില കാഴ്ചകളും എല്ലാം കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ആക്ച്വലി ഞാൻ 1 വീക്കായിട്ട് ഫുള്ള് ബിസി ആയിരുന്നു. ഇങ്ങനെ പുറത്ത് പോകലെന്ന് ഇന്ന് ഞങ്ങൾക്ക് 2 പേർക്കും ഒരു സമാധാനമില്ല പോകുന്നതിൽ. പക്ഷേ ഇന്ന് എന്തായാലും സൺഡേ അല്ലേ, ഇനി ലീവ് എടുക്കാനും പറ്റുന്നില്ല. ഓൾറെഡി കുറേ ലീവായി. പിന്നെ കസിൻ മാരേജൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്നെന്തായാലും പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ അവിടെ വെച്ച് നമുക്ക്
ഒരു പേര് വരാൻ കാരണം നമ്മൾ ഇവിടെ ഒരു കോട്ട ഉണ്ടായതിനെ കൊണ്ടാണ്. കേരളത്തിലും ഇന്ത്യയിൽ ഒട്ടനവധി കോട്ടകളുണ്ട്. ഏറ്റവും വലിയ കോട്ട, വിസ്തൃതി കൊണ്ട് ഏറ്റവും വലിയ കോട്ട ബേക്കൽ കോട്ട അല്ലെ? ഈ ബേക്കൽ കോട്ട സിമ്പിൾ ആയിട്ട് ചോദ്യം ഇത്രയല്ലോ. ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് കൈവന്നിക്കുന്ന ആൾ, എന്റെ കണ്ണിന് മുമ്പിൽ കാണും, ഫസ്റ്റ് കൈവന്നിക്കുന്ന ആൾക്ക് ഞാൻ സമ്മാനം കൊടുക്കുക. ചോദ്യം ഇത്രയല്ലോ, ബേക്കൽ കോട്ട നിർമ്മിച്ചതാര്? എനിക്ക് കൈ ശരി. എന്നാല് ആ ചോദ്യത്തില് ഒരു ചെറിയൊരു വ്യത്യാസം കൂടി വരുത്താം. ബേക്കൽ കോട്ട നിർമ്മിച്ചതാരാണ് എന്ന് പറഞ്ഞേ? ശിവപ്പ നായിക്ക്. ശരി. നിർമ്മിച്ച വർഷം, എക്സാക്ട് വർഷം വേണ്ട, ആ ഒരു കാലഘട്ടം ഉണ്ടാവുമല്ലോ, ആ കാലഘട്ടം ഒന്ന് പറഞ്ഞേ. പിന്നെ അവർക്ക് സമ്മാനം കൊടുത്താലോ? ഒന്ന് പറഞ്ഞേ, ഒന്ന് കൈ വന്നിച്ച. ആരും ഗൂഗിൾ ചെയ്യണ്ട, ആരും ഫോൺ കയ്യിലെടുക്കണ്ട. അവിടെ ഒരു കൈ വന്നിട്ടുണ്ട്, അതങ്ങാണ്. പകുതി മുട്ടായില്ലേ, ഉറപ്പായിട്ട് തരും. പറഞ്ഞോളൂ. എക്സാക്ട് 1650, 1650 AD. ആ കാലഘട്ടത്തിൽ തന്നെയാണ് ബേക്കൽ കോട്ട നിർമ്മിച്ചിട്ടു എന്നാണ് നമുക്കിതുവരെ കിട്ടിയ അറിവ്. അപ്പോ അനക്ക് ഗിഫ്റ്റ് കിട്ടിയത് കാണിച്ചു. ഞാൻ വേണ്ടേ? പോ 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 പോ. ഞാൻ വരുന്നില്ല. ഇല്ല, വരുന്നില്ല. അതന്നെ, നീ പോ, ഞാൻ വിളിക്കാം. പോ.
മധു. ഒരു നല്ല കയ്യടി കൊടുക്കും എല്ലാരും അല്ലേ? ഞാൻ മധു സാറിന്റെ പേര് പറഞ്ഞപ്പോ തന്നെ താണു വീണ് കേണ് അനുഗ്രഹം വാങ്ങിയിട്ട് അദ്ദേഹത്തിന്റെ ശബ്ദം അവതരിപ്പിക്കാൻ പോവാണ്. ഈ ഗുരുത്വം ഉണ്ടായാൽ മതി, നീ രക്ഷപ്പെടും. കർത്തമായി കടപ്പുറത്തിൽ ഹൃദയം പൊട്ടി മരിക്കും കർത്തമ്മ. मैं तुम प्यार करता हूँ കർത്തമ്മ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു കർത്തമ്മ. കർത്തമ്മ അടിപൊളി. എനിക്ക് ഇതുവരെ ചെയ്തതെല്ലാം ഇഷ്ടപ്പെട്ടു. അപ്പൊ സിനിമാ നടന്മാരെ ഇനി ഒന്നും വേണ്ട. നീ അടുത്തത് രാഷ്ട്രീയ നേതാക്കളെ അവതരിപ്പിക്കോ? എന്നാ പിന്നെ ഉമ്മൻചാണ്ടി. കുറച്ച് കാണിച്ചാവും. ഉൾപ്പില്ല നായി മോനെ. എത്ര കണ്ട കങ്കാറുന്റെ കുട്ടി നായി ഉൾപ്പ് അരച്ച് നിന്റെ ചെള്ള കുത്തി പൊട്ടി ഞാണിച്ചാവും. അരച്ച് നീ ആരാന്റെ നായി? നീ പെൺപിള്ളേക്ക് വാ നായി മോൻ. ഉൾപ്പില്ല. ആരാണാ പറഞ്ഞത്? ബംഗാളി. എന്റെ നായിന്റെ മോനെ കൃത്യമായിട്ട് വിളിച്ചല്ലോ. പടിസായിട്ട് നോനെ അങ്ങോട്ട് വിളിക്കുന്ന ഇപ്പൊ തിരിച്ചും കൊണ്ട് ഇട്ടതാ. എനിക്ക് മനസ്സിലായില്ലേ? കൊടുത്താ കൊല്ലത്തും കിട്ടുന്നു. അല്ലേ തന്നെ സന്തോഷ് പണ്ഡിറ്റിന്റെ പേര് പറയുമ്പോ ഇങ്ങനെ ദേഷ്യം പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. അയാൾ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് ഓൻ അറിയണ്ടാവില്ല. അവൻ അയാളെ സിനിമയെ കണ്ടിട്ടുണ്ട്. എന്തായാലും ഞാനൊരു കാര്യം തീരുമാനിച്ചു. എല്ലാവരും ചേർന്ന് ഒരു ഗംഭീര കൈഡി കൊടുക്കാം. ബേക്കൽ ഹാപ്പി അല്ലേ? അപ്പൊ അടുത്ത ചോദ്യമുണ്ട്. ഇവരുടെ പെർഫോമൻസ് കഴിഞ്ഞാൽ ഉടനെ അടുത്ത ചോദ്യമായിട്ട് ഞാൻ വരും. റെഡി ആയിരുന്നോളൂ. റെഡിയാണോ എല്ലാവരും? ഓക്കെ. ട്രാക്ക് ലെവൽ ഒന്ന് നോക്കാം. മൊഹബത്തിലുണർന്നു മലർവഴി മുഹമ്മദ് റസൂൽ മറുപടി
ആഗ്രഹിക്കുന്നില്ലേ? അനു വരുന്നു. അനു കൃഷ്ണയാണ് ഇനി ഈ വേദി കൈയടക്കാനായിട്ട് പോകുന്നത്. അനു പൊളിച്ചടക്കണം കേട്ടോ, തകർക്കണം. ഇറങ്ങിക്കോ, വേണമെങ്കിൽ സ്റ്റേജിൽ നിന്ന് പുറത്ത് ചാടിക്കോ. റെഡിയല്ലേ? ലൈറ്റ് ഓഫ് ആക്കിട്ട് നമുക്ക് Sami, Sami, Solalia, Pushana, feeling good as Sami, Sami. Idire, idire, nada idire, idire, nada idumale, darjana Sami. Yakko, bakko, pona, parameshwara Sami. Ni illadi na togumode, kallu kullu puttara Sami, Sami, Sami. Oh yeah, Sami. Sami, Mandira Sami, Pokira Sami, hey Sami. Lukiye gete gete, lokala nadakile. Lukiye gete gete, lokala nadakile. Agame adirugada Sami. Kamakale vettila podu, kadichu. മടക്കിയതിനു ശേഷം ഇതിനുള്ളിലേക്ക് ആ പാലൊഴിക്കുക. ഈ പത്രത്തിനുള്ളിലേക്ക് പാലൊഴിക്കുക. ശരിക്കുള്ള പാലാട്ടോ. പാലൊഴിച്ചു, മുഴുവൻ പാലും ഒഴിച്ചു. ആ ഇതിനുള്ളിൽ ഇരുന്ന ഗ്ലാസ്സിലിരുന്ന മുഴുവൻ പാലും ഒഴിച്ചു. ഞാൻ ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് മാത്തുക്കുട്ടി ഉണ്ടെങ്കിൽ മാത്തുക്കുട്ടിയും ഇത് കാണുന്ന ബാബുവേട്ടനൊക്കെ പറയും, ഈ 4 ഷീറ്റുള്ള ഒരു പത്രത്തിലേക്ക് പാലൊഴിച്ചു കഴിഞ്ഞാൽ കുറെ നേരം തങ്ങിക്കുകയും ചരിച്ചു പിടിക്കുന്നു പറയും. ചരിച്ചു പിടിച്ചാലൊന്നും ഇത് പോവില്ല. വേണമെങ്കിൽ വിട്ട് കാണിക്കാം. ഈ പത്രം ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ പാല് പോവില്ല. ഒന്നാമത്തെ ഷീറ്റ്, രണ്ടാമത്തെ ഷീറ്റ്, മൂന്നാമത്തെ ഷീറ്റ്, നാലാമത്തെ ഷീറ്റ്. നിങ്ങൾ കൈയടിച്ചില്ലേ? നല്ല ആൾക്കാരായതുകൊണ്ടാണ് നിങ്ങൾ കൈയടിച്ചത്. നല്ല ആൾക്കാരായതുകൊണ്ടാണ് കൈയടിച്ചത്. ഈ സൈഡിൽ കുറെ ഈ മാത്തുക്കുട്ടിയുടെ സ്വഭാവമുള്ള കുറെ ആൾക്കാർ, അല്ലെങ്കിൽ പാലുള്ള ബാബോട്ടന്റെ സ്വഭാവമുള്ള കുറെ ആൾക്കാരുണ്ട്. ഇവരെന്താ പറയുന്നതെന്ന് വെച്ചാൽ ഈ പാലിന്റെ ഈ ഭാഗത്തായിട്ട് പ്ലാസ്റ്റിക് പേപ്പറോ അല്ലെങ്കിൽ ബലൂണോ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടാവും. അല്ലേ? പിന്നെന്താ? പറയുന്ന മനസ്സിലായി? മാത്തുക്കുട്ടി പൈസ കൊടുത്ത് നിർത്തിയേക്കാൻ എന്റെ ഷോ കൊളവാക്കാനായിട്ട്. മനസ്സിലായി മക്കളെ? ഈ പത്രം മനോരമ എഴുതിയേക്കുന്ന തിരിച്ചു പിടിച്ച് കാണിക്കണം. അല്ലേ? തിരിച്ചു പിടിക്കണം. പിടിച്ചു എഴുത്ത് തിരിച്ചു പിടിക്കണമെന്ന്. എഴുത്ത് തിരിച്ചു പിടിക്കാം. സിം സിലാല സിം 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 ബം ബം ബസൂക്കി എന്ന് പറഞ്ഞാൽ പത്രം തിരിച്ചു പിടിക്കാൻ പറ്റും. തിരിച്ചു പിടിച്ചാലും പോവില്ല. തുറന്ന് കാണിച്ചു തരാം. ഇനി എന്താ വേണ്ടത്? പാല് ഞാൻ അമ്മയ്ക്ക് കൊടുത്തോളാം.
പാല് ഞാൻ അമ്മയ്ക്ക് കൊടുത്തോളാം. കാണോ? സിമ്പിൾ എടാ, സിമ്പിൾ. കൈയടിക്ക് കൈയടിക്ക്. സിം സിലാല സിം 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 ബം ബം ബസൂക്കി ബം ബം ബസൂക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ പാലും വരും. കൈയടിച്ചില്ല. ഇനി അടുത്ത മാജിക് കാണിക്കുന്ന സമയത്തും ആൾക്കാർ ഈ അനൗൺസ്മെന്റ് കേൾക്കുമ്പോൾ വിചാരിക്കും തള്ളാണെന്ന്. നിങ്ങൾ ആരെങ്കിലും സ്ലോ മോഷനിൽ മാജിക് കാണിക്കുന്ന കണ്ടിട്ടുണ്ടോ? സ്ലോ മോഷനിൽ മാജിക് കാണിക്കുന്ന കണ്ടിട്ടുണ്ടോ? ആര്? നസീറോ ആര്? ഒന്നുകൂടി ചോദ്യം പറയട്ടെ, ഒന്നുകൂടി ചോദ്യം പറയാം. ഓക്കെ, എനിക്ക് 2 പേരുകളുണ്ട്. എന്റെ ആദ്യത്തെ പേര് പാർത്ഥസാരഥി എന്നായിരുന്നു. എന്റെ അച്ഛൻ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. ആദ്യത്തെ സിനിമയിലെ അഭിനയത്തിന് പ്രസിഡന്റിന്റെ അമ്മച്ചി ആരെ തോൽപ്പിക്കാന്? പണ്ട് വാങ്ങത്താനത്ത് അപ്പച്ചന്റെ കൈ പിടിച്ചിറങ്ങി കൊച്ചു ഇല്ലിപ്പോ ഇവൻ പ്രായം എത്രയായി?
മക്കളും മരുമക്കളും പേരുകുട്ടികളും എല്ലാം പ്രായമൊരുപാട് അടങ്ങിയിരിക്കണം. അല്ലാതെ കണ്ണവന്മാരുടെ ബൈക്കിന്റെ പിന്നാലെ കിണാശ്ശേരി അങ്ങാട്ട് കൊടുത്തിട്ട് വല്ല വേണ്ടത് പറഞ്ഞേക്കാം. അടിപൊളി. അപ്പൊ നമ്മ അടുത്തത് സലീം കുമാർ, നമ്മുടെ പ്രിയങ്കരനായ സലീമേട്ടന്റെ ശബ്ദമാണ് അത്. കഥ പറയുമ്പോൾ എന്ന ചിത്രത്തിന് നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു നിമിഷ കവിയായി എത്തുന്നു സലീം കുമാർ. വയനാട്ടിലെ കഷ്ടപ്പെട്ട റബ്ബർ കർഷകർക്ക് വേണ്ടി ഞാനൊന്ന് ആലോചിച്ച കവിത ഒരിക്കൽ കൂടെ ആലോചിക്കുന്നു. സഖ്യമലക്കമ്പുറത്ത് കോടമഞ്ഞിൻ പട്ടുകൊടുത്ത് മലയാളി വളർത്തുന്ന റഫറുണ്ട്. കൊച്ചു മലയാളി വളർത്തുന്ന റഫറുണ്ട്. ആ സഖ്യമലക്കമ്പുറത്ത് കോടമഞ്ഞിൻ പട്ടുകൊടുത്ത് നെഞ്ചോരം ഡോറുണ്ട്, ചുണ്ടോരം സീരുണ്ട്, രണ്ടാളും കൂടുമ്പം കൊണ്ടാടണ്ടേ. ചെണ്ണാക്കത്തേനക്കാൻ നല്ല കാറുണ്ട്, അവനിലെ പന്തൽ കെട്ടിത്തപ്പം ഒട്ടി ചെന്ന് തൊട്ടി കാത്തിരിക്കും നേരം വന്നില്ല ചില്ലാത്ത ഓക്കെ. അപ്പൊ നമ്മളെല്ലാവരും കൂടെ ചേർന്നിട്ട് പൊളിച്ചടുക്കാൻ പോവാണ്. सोनी कुड़िया कभी साथ है वजी में गले ले मजा तू होना न हमसे कपाल नारे 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 रागोगे से राशि करोगे जिंदगी के सारे मजे राशि करोगे नाले रागोगे से राशि करोगे जिंदगी के सारे मजे नाले Buddha
കാലം മുത്തമിട്ട നേരം ഒരു പുതുകാലം മുത്തമിട്ട നേരം ഒരു സിദ്ധമോഹങ്ങളെഴുന്നള്ളുവഴിയേ. പൂത്തിരികൾ കണ്ണിലണിഞ്ഞവളെ ഉന്നോദത്തേടലകൾ ചുണ്ടിലണിഞ്ഞവളെ രാഗം നീയല്ലേ താളം നീയല്ലേ നീണ്ടാത്ത സംഗീത ശില്പം നീയല്ലേ ഉല്ലാസ പൂത്തിരികൾ കണ്ണിലണിഞ്ഞവളെ ഉന്നോദത്തേടലകൾ ചുണ്ടിലണിഞ്ഞവളെ രാഗം നീയല്ലേ താളം നീയല്ലേ നീണ്ടാത്ത സംഗീത ശില്പം നീയല്ലേ നീണ്ടാത്ത സംഗീത ശില്പം നീയല്ലേ. പുറത്തോരോലക്കൂടെ എടുത്ത് കാലം കൂട്ടി തുളുക്കി നടക്കണത് ആരാണ് ഞാനല്ല പരുന്തല്ല തിരകളല്ല ചെമ്മറം വാഴണ തൊടയരയൻ അങ്ങേ കരയിലെ പള്ളിയുറക്കാൻ മൂപ്പര് പോണതാണേ. അന്തിക്കാട പുറത്തോരോലക്കൂടെ എടുത്ത് കാലം കൂട്ടി തുളുക്കി നടക്കണത് ആരാണ് നമ്മൾ വരും. താങ്ക് യു. നമ്മുടെ പ്രവേശന ടിക്കറ്റ് എടുത്തവരിൽ നറുക്കെടുപ്പിലൂടെ എല്ലാ ദിവസവും സ്വർണ്ണ നാണയം നൽകുന്നുണ്ട്. ഇന്നത്തെ വിജയെ കണ്ടെത്തുന്നതിനു വേണ്ടി ഇതിന്റെ MD കല്ലുവിനെ ക്ഷണിക്കുകയാണ്. ആ വെടിക്കെട്ടിന്റെ ഇടയിൽ വേറൊരു വെടിക്കെട്ട് നാസറിനാണ് സമ്മാനം ലഭിച്ചിരിക്കുന്നത്. 9473018829 ഒന്നുകൂടി പറയാം. 9447301839 നാസർ ഈ കൂട്ടത്തിലുണ്ടോ? ഇന്നത്തെ എൻട്രി ടിക്കറ്റ് എടുത്ത കൂട്ടത്തിലുള്ള ആളാണ്. ഞാൻ നോക്ക്, ഒരു ബക്കറ്റ് നിറയാണ് എൻട്രി ടിക്കറ്റ്. എത്ര പേര് കയറിയിട്ടുണ്ടാവും? 1,00,000 പേരാണ് കയറിയത്. ബേക്കൽ ഫെസ്റ്റിലേക്ക് 1,00,000 പേരാണ് ഇന്ന് കയറിയിരിക്കുന്നത്. ആ 1,00,000-ൽ ഒരുവനാണ് സ്വർണ്ണ നാണയാണ്. And knowledge experience, amusement parks, and trade festivals, and exciting water and wind sports. More than 500 talented artists will enthrall thousands of spectators with spectacular stage shows each day at the festival. Sound മാത്രല്ലേ?
വയസ്സന്മാരിലുള്ള ഉള്ളതാണ്. അപ്പോൾ ഗൈസ് ഞങ്ങൾ ബീച്ച് ഫെസ്റ്റിലേക്ക് പോയിട്ട് വന്ന് ഇപ്പോൾ ഒരു ഹോട്ടലാണ്. ഫുഡ് നല്ല വിശപ്പുണ്ട്. ഫുഡ് കഴിക്കാൻ കയറി. അപ്പോൾ ആൾക്ക് തീരെ വയ്യ, എനിക്കും തീരെ വയ്യ. എനിക്ക് ഹെഡേക്ക്, ആൾക്ക് നല്ല ചുമയുണ്ട്. അതുകൊണ്ട് ആൾ സംസാരിക്കില്ല. നല്ല അടിപൊളി ഫെസ്റ്റിവലായിരുന്നു. ജനുവരി 2 വരെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ നല്ല അടിപൊളി പ്രോഗ്രാമായിരിക്കും കാണാൻ. പിന്നെ ഉടൻ പണത്തിലുള്ള കല്ലു വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കോമഡി ആർട്ടിസ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ നെയ്മൊന്നും അറിയില്ല, ഫുക്രി മൂവിയിലുള്ള അല്ലേ. അപ്പോൾ നമ്മൾ വിചാരിച്ച് ഏതായാലും നല്ലോണം ടയേർഡായി, ഇവിടെ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഒട്ടും വയ്യ ഗൈസ്, അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടല്ലോ. നിന്റെ സൗണ്ട് ഒക്കെ ഉണ്ട്, നല്ല സൗണ്ടെല്ലാം പോയി ഗൈസ്. ഓക്കെ, എന്നാൽ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് അടിപൊളിയായിട്ട് ഫുൾ എനർജി ആയിട്ട് വീഡിയോയിൽ വരും. അപ്പോൾ ഫുൾ എനർജി ആയിട്ട് തിരിച്ചിട്ട് വരും അല്ലേ ഇൻഷാ അല്ലാഹ്. Okay guys, next video will come. Bye bye.